തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകൾ നാളെ വിധിയെഴുതുകയാണ്. നിശബ്ദ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് അവസാനവട്ട വോട്ടുറപ്പിക്കലിന്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. 36,630 സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത്. 15,441 പോളിംഗ് സ്റ്റേഷനുകളും വോട്ടെടുപ്പിനായി തയ്യാറാക്കുന്ന തിരക്കിലാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ. വോട്ടെടുപ്പിന് ഒരു രാത്രി മാത്രം ശേഷിക്കെ തെക്കൻ മധ്യ കേരളത്തിലെ വിവരങ്ങളുമായി മീഡിയ 1 റിപ്പോർട്ടർമാർ ചേരുകയാണ്. മുന്നണികളുടെ പ്രതീക്ഷ എന്തൊക്കെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വിഷയമാവുക? തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ എവിടെ വരെയായി? സ്ഥാനാർത്ഥികളുടെ പര്യടനം, നിശബ്ദ പ്രചാരണത്തിൽ വോട്ടുറപ്പിക്കൽ എങ്ങനെയൊക്കെ നടക്കുന്നു തുടങ്ങി എല്ലാ കാര്യങ്ങളും നമുക്ക് സമഗ്രമായി പരിശോധിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായാന്തോടും സുനിൽ ഐസക്കും, കോട്ടയത്ത് നിന്ന് ജോസി ബാബുവും, കൊച്ചിയിൽ നിന്ന് ശുക്കൂറും ചേരുന്നുണ്ട്. ആദ്യം വിജിനിലേക്ക് പോവുകയാണ്. വിജിൻ, തലസ്ഥാന കോർപ്പറേഷനാണ്. ഭരണം നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. 3 മുന്നണികളും കണ്ണുവെക്കുന്ന കോർപ്പറേഷൻ ഇത്തവണ നിലനിർത്തുക എന്ന് പറയുന്നത് LDFനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതാണ്? തിരിച്ചുപിടിക്കാൻ UDFന് എങ്ങനെ സാധിക്കും? BJPയുടെ കണ്ണെങ്ങനെയാണ്? ജീന, അക്ഷരാർത്ഥത്തിൽ ത്രികോണ മത്സരം എന്ന് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെയാണ്. കഴിഞ്ഞ തവണ 56 സീറ്റുകൾ നേടിയാണ് LDF ഭരണം പിടിച്ചത്. അതിന് മുമ്പത്തെ തവണയൊക്കെ മൃഗീയ ഭൂരിപക്ഷം LDFനുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ നാടിനെ പാടുപെട്ടാണ് LDF ഉണ്ടായിരുന്നത്. എന്തായാലും 34 സീറ്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 34 സീറ്റായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. BJP പ്രതിപക്ഷത്തിരിക്കുന്ന ഏക കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഇത്തവണ കോർപ്പറേഷൻ ഭരണം പിടിക്കും എന്നുറച്ചാണ് BJP നിലവിൽ പ്രചാരണം നടത്തുന്നത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരിട്ടാണ് തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ചുമതലകളും ഏറ്റെടുത്ത് മുന്നോട്ട് പോയത്. എല്ലാ വാർഡുകളിലും എത്തി. നേരത്തെ തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിരുന്നു BJP. അങ്ങനെ വലിയ തരത്തിലുള്ള പ്രചരണം, ഒപ്പം തന്നെ മുതിർന്ന നേതാക്കൾ തന്നെ എത്തി പ്രചരണത്തിന് നേതൃത്വം നൽകി. വീടുകൾ ഉൾപ്പെടെ കയറിയുള്ള പ്രചരണം നടത്തി. അങ്ങനെയൊക്കെ മുമ്പോട്ട് പോകുന്നതിനിടയിലാണ് 2 ആത്മഹത്യകൾ. അതൊന്ന് തിരുമല അനിൽ, മുൻ കൗൺസിലറായിട്ടുള്ള തിരുമല അനിലിന്റെയും ഒപ്പം തന്നെ ആനന്ദ് തമ്പിയുടെയും RSS പ്രവർത്തകനായ സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. തൃക്കണ്ണാപുരം സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹം ഈ സംസ്ഥാന നേതൃത്വത്തോടൊക്കെ. പക്ഷേ അത് നൽകാത്തതിൽ മനോവിഷമത്തിലാണ് ആത്മഹത്യ ഉണ്ടായത്. ഈ 2 വിഷയം ആണ് BJPക്ക് വലിയ തലവേദനയായി കോർപ്പറേഷൻ നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ വിഭാഗീയത അത് വലിയ തരത്തിൽ നിലവിലുണ്ട്. അതായത് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ പ്രവർത്തിച്ച ആളുകൾക്ക് ഒന്നും അവസരം നൽകുന്നില്ല എന്നുള്ള വലിയ പരാതി BJPയിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നഗരത്തിൽ ഉണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒക്കെയാണ് നിലവിൽ BJPയെ വലയ്ക്കുന്നത്. ഒപ്പം തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം ഭരണം നിലനിർത്തുക എന്നുള്ളത് അത് അഭിമാന പ്രശ്നമായി തന്നെ ഉള്ള വിഷയമാണ്. കാരണം ഇത്തവണ തിരുവനന്തപുരം നഗരം അത് തലസ്ഥാന നഗരമാണ്. ഇവിടെ ഭരണം നഷ്ടപ്പെടുകയോ ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോവുകയോ ഒക്കെ ചെയ്താൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3ാം ഊഴം കാത്തിരിക്കുന്ന LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ അവരും വലിയ തരത്തിലുള്ള പ്രചാരണം തന്നെയാണ് നിലവിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുകയും ചെയ്തത്. വലിയ സംസ്ഥാനത്തുടനീളമുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ തിരുവനന്തപുരം കോർപ്പറേഷനിലും വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണായുധമായി മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഒക്കെ ഉയർത്തിയാണ്. ഒപ്പം തന്നെ ഈ കോർപ്പറേഷൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട വികസനം അതുൾപ്പെടെ ഉള്ളവ ഉയർത്തിക്കാട്ടിയാണ് നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികൾ, 10 വർഷമായി തുടരുന്ന വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ളവ തിരുവനന്തപുരം നഗരത്തിൽ വലിയ തരത്തിലുള്ള പ്രചാരണായുധമാക്കിയാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ അതേ പ്രചാരണമാണ് ഇപ്പോഴും LDF തുടരുകയും ചെയ്യുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു. തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിക്കുന്നതിനുമൊക്കെ മുമ്പേ തന്നെ K മുരളീധരന്റെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തി. ആദ്യഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് UDFന്റെ വലിയ പ്രതീക്ഷ. KS ശബരിനാഥ് എന്ന മുൻ MLA തന്നെ രംഗത്തിറക്കിയാണ് കോർപ്പറേഷൻ പിടിക്കാനുള്ള നീക്കം ഇപ്പോൾ UDFന്റെ ഭാഗത്ത് നിന്ന് പ്രധാനമായി നിരവധി വിഷയങ്ങൾ പ്രധാന മുന്നണികൾ ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമടക്കം ഏറ്റവും ഒടുവിലായി LDFന് ഒരു ആയുധമാക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം മറ്റെന്തൊക്കെ വിഷയങ്ങൾ ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായി ചർച്ചയാകാനാണ് സാധ്യത? LDF നോട്ടം വെക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്?
ജീന, അതായത് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങാൻ ഇരിക്കുന്ന ഘട്ടത്തിൽ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ സ്വർണ്ണക്കൊള്ളയായിരുന്നു പ്രധാനമായും LDF-ന് തലവേദനയായ വിഷയം. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നടക്കുന്നു, അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നിന്ന് എത്തുന്നു. ഒപ്പം തന്നെ N. വാസു എന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക് എത്തുന്നു. പിന്നീട് പത്മകുമാർ എന്ന CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക് എത്തുന്നു. അങ്ങനെ വലിയ തരത്തിൽ CPM-ഉം LDF-ഉം പ്രതിരോധത്തിലാകുന്ന സാഹചര്യമായിരുന്നു ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഘട്ടത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക അതിക്രമ പരാതി ഉയർന്നു വരികയും പരാതി മുഖ്യമന്ത്രിക്ക് തന്നെ പരാതിക്കാരൻ നൽകുകയും ചെയ്തത്. അതിനുശേഷം ഏറ്റവും തെരഞ്ഞെടുപ്പ് പ്രധാനം ആയുധമാക്കി LDF രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെ ഉയർത്തിക്കാട്ടി. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിൽ വരെ അതേ പ്രചരണം തന്നെയായിരുന്നു LDF-ന്റെ ഭാഗത്തുണ്ടായത്. മുഖ്യമന്ത്രിയും കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ ഇതേ രാഹുൽ മാങ്കൂട്ടത്തെ തന്നെ ആയുധമാക്കുന്ന കാഴ്ചയൊക്കെയാണ് അവസാന ദിവസങ്ങളിൽ കണ്ടത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമടക്കം UDF എങ്ങനെ നേരിടും എന്നതാണ് പ്രധാനമായും അറിയേണ്ടത്.